ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സീന എനിക്ക് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റായി കുറേ ചെടികൾ കൊണ്ടു തന്നു. അതിൽ നമ്മുടെ താമരയായ കർണയുടെ ട്യൂബറും പിന്നെ വാട്ടർ പ്ലാന്റ്സും കുറച്ച് വെറൈറ്റി പ്ലാന്റ്സും കൂടി കൊണ്ടു തന്നായിരുന്നു. ഒരു ചെടിയും കേടാകാതെ എളുപ്പത്തിൽ എങ്ങനെ വേര് പിടിപ്പിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ താമര നട്ടു വെച്ചിരുന്ന പോട്ടായിരുന്നു. ഇതിലുണ്ടായിരുന്ന മണ്ണൊക്കെ നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് DAP ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 പിടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചാണകപ്പൊടിയാണ്. ചെളി ഇല്ലാത്തത് കൊണ്ട് തന്നെ കിണർ കുഴിക്കാൻ വെട്ടിയ മണ്ണ് കുറച്ചെടുത്ത് ഞാൻ ഇതിലോട്ട് കലക്കി വീഴ്ത്തുന്നു. നമ്മൾ നേരത്തെ ഈ പോട്ടിൽ നിന്ന് എടുത്ത മണ്ണ് പിന്നെ ഒരു 2 പോട്ട് മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നു. ചെളി ആക്കിയ ശേഷം ഇതിലോട്ട് നമുക്ക് താമര നട്ടു കൊടുക്കാം. പോട്ടിൻ്റെ സൈഡിൽ വേണം നട്ടു കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 2 ദിവസം കഴിയുമ്പോഴേക്കും മുകളിൽ പൊങ്ങി നിൽക്കുന്നതൊക്കെ അടിയിലോട്ട് പോകും. ഇത് നമ്മുടെ വാട്ടർ മൊസൈക്ക് എന്ന വാട്ടർ പ്ലാന്റ് ആണ്. തൽക്കാലം ഇവിടെ ഇരിക്കുന്ന താമരയുടെ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എൻ്റെ കയ്യിലിരിക്കുന്നത് ജപ്പോണിക്കയുടെ തൈകളാണ്. ഒരു വാട്ടർ പ്ലാന്റ് ആണ്. അടുക്കുള്ള പൂക്കളാണ് ഇതിൻ്റേത്. വെള്ള നിറമാണ്. ഇത് നെയ്യാമ്പൽ എന്ന വാട്ടർ പ്ലാന്റ് ആണ്. ഇതും നമുക്ക് ഒരു പോട്ടിലോട്ട് നട്ടു കൊടുക്കാം. ജപ്പോണിക്കയ്ക്ക് 5-6 തൈകൾ ഉള്ളത് കൊണ്ട് തന്നെ പല പോട്ടിലായിട്ടാണ് നട്ടത്. ഇതിൽ ഉള്ളതെല്ലാം വെറൈറ്റി ചെടികളാണ്. പീസ് ലില്ലിയും ഫേണും അങ്ങനെ പലതരം ചെടികളുണ്ട്. സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയും ഇതിനോടൊപ്പം ഉണ്ട്. ഈ ചെടിക്ക് തണൽ ആവശ്യമാണ്. ഇത് പീസ് ലില്ലിയാണ്. ഇത് കാറ്റക്സ് ആണ്. ഇത് CC പ്ലാന്റിൻ്റെ ബൾബ് പോലത്തെ ചെടിയാണ്. ചെടി നടാൻ വന്നത് നമ്മുടെ പൂജയും കൂടി നമ്മോടൊപ്പം വന്നു. അവൻ ഇവിടെ നിൽപ്പുണ്ട്. എന്തെങ്കിലും ജോലി ചെയ്യാൻ വരുമ്പോൾ അവനും കൂടെ കൂടാറുണ്ട്. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. പ്ലാന്റ്സിനെ കൂടാതെ ഇത്രയും ചെടികൾ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഹെൽത്തിയായി നിൽക്കുകയാണ്. ചകിരിച്ചോറ് മിക്സ് ചെയ്താണ് നട്ടുവെക്കുന്നത്. ഹാങ്ങിങ് പ്ലാന്റ് ആണെങ്കിൽ ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും ചേർത്ത് വെക്കുന്നു. അടീനിയത്തിൻ്റെ വിത്തുകളാണ്. ഇത് നമുക്ക് മണ്ണിലോട്ട് പാകി കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ ചെടികളും നമ്മൾ മണ്ണിലോട്ടാണ് നട്ടുവെക്കുന്നത്. ഈ ചെടികൾ നന്നായി വേര് പിടിപ്പിച്ച ശേഷം വളം ചേർത്ത് നമുക്ക് വലിയ പോട്ടിലോട്ട് നട്ടു കൊടുക്കാം. നിങ്ങൾക്ക് ചെടികൾ കിട്ടുമ്പോൾ ഇതുപോലെയാണ് ചെയ്യാറ്? കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ഗാർഡൻ ടിപ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി. താങ്ക് യു.